നമസ്കാരം. വാഹനത്തിന്റെ വിൻഷീൽഡിൽ നിശ്ചിത സ്ഥലത്ത് ഫാസ്ടാഗ് സ്റ്റിക്കർ പതിപ്പിക്കാതെ ദേശീയപാതകളിൽ വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഫാസ്ടാഗുകൾ ശരിയായ രീതിയിൽ ഒട്ടിച്ചില്ലെങ്കിൽ ഉടനടി റിപ്പോർട്ട് ചെയ്യുമെന്നും കരിമ്പട്ടികയിൽ ചേർക്കുമെന്നാണ് NHAA അറിയിച്ചിട്ടുള്ളത്. ടോൾ തട്ടിപ്പ് തടയുകയും ടോൾ പാസുകളിലെ തിരക്ക് കുറയ്ക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണിത്. പുതിയ നയം ശക്തമാക്കുന്നത് വഴി ടോൾ പ്രവർത്തനങ്ങൾ കൂടുതൽ സുഗമമാക്കാൻ കഴിയുമെന്ന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. സ്വകാര്യ വാഹന ഉടമയ്ക്ക് 3000 രൂപ നൽകി ഒരു വർഷത്തേക്ക് പാസ് വാങ്ങാൻ സാധിക്കുന്ന വാർഷിക പാസ് സിസ്റ്റം, മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ട്രോളിംഗ് പോലുള്ള വരാനിരിക്കുന്ന സംരംഭങ്ങളുടെ സുഗമമായ നടത്തിപ്പും ഫാസ്ടാഗ് സിസ്റ്റത്തിന്റെ വിശ്വാസ്യത ഉറപ്പാക്കേണ്ടതും കണക്കിലെടുത്താണ് പുതിയ നീക്കം. പല സ്വകാര്യ വാഹന ഉടമകളും വാഹനത്തിന്റെ വിൻഷീൽഡിൽ മനഃപൂർവ്വം ഫാസ്ടാഗുകൾ സ്ഥാപിക്കുന്നില്ല എന്നും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കയ്യിൽ വയ്ക്കുന്ന ഫാസ്ടാഗുകൾ അഥവാ ലൂസ് ടാഗുകൾ പലപ്പോഴും ഫാസ്ടാഗ് വഴിയുള്ള ടോൾ പിരിവ് സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയായി മാറുന്നു. ഇത് ചിലപ്പോൾ ടോൾ പ്ലാസയിലെ തിരക്കിന് കാരണമാകുന്നു. ടോളിംഗ് സിസ്റ്റത്തിന്റെ ദുരുപയോഗം ഇലക്ട്രോണിക് ടോൾ പിരിവ് സംവിധാനങ്ങളുടെ മൊത്തത്തിലുള്ള നടത്തിപ്പ് തടസ്സപ്പെടുത്തുന്നതിന് വരെ വഴിവെച്ചേക്കാം. ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് തെറ്റായ രീതിയിൽ ഫാസ്ടാഗുകൾ ഒട്ടിച്ചവർക്ക് കരിമ്പട്ടികയിൽ ഉൾപ്പെടുന്നത് ഒഴിവാക്കാൻ സമയബന്ധിതമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കാനായി NHAA ഒരുങ്ങുകയാണ്. ഇതിനായി NHAA ഒരു പ്രത്യേക ഇമെയിൽ വിലാസം നൽകിയിട്ടുണ്ട്. ടോൾ പിരിവ് ഏജൻസികളോടും കൺസെഷന്മാരോടും അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശം നൽകി. റിപ്പോർട്ടുകൾ ലഭിച്ചു കഴിഞ്ഞാൽ ഇവയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഫാസ്ടാഗുകളെ കരിമ്പട്ടികയിൽപ്പെടുത്താനോ ഹോട്ട് ലിസ്റ്റ് ചെയ്യാനോ NHAA ഉടനടി നടപടിയെടുക്കും. നിലവിൽ രാജ്യത്തുടനീളമുള്ള ദേശീയപാതകൾ ഉപയോഗപ്പെടുത്തുന്നതിൽ 98% ടോൾ ചാർജുകൾ അടയ്ക്കാൻ ഫാസ്ടാഗുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഇലക്ട്രോണിക് ടോൾ പിരിവ് സംവിധാനത്തിൽ വലിയ കുതിപ്പാണുണ്ടായത്. എന്നാൽ തെറ്റായ രീതിയിൽ ഒട്ടിച്ച ഫാസ്ടാഗുകളാണ് ഇലക്ട്രോണിക് ടോൾ പിരിവ് പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നത്. ഇത് പരിഹരിക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം. ഫാസ്ടാഗ് ഉപയോക്താക്കൾക്കായി വാർഷിക പാസ് പദ്ധതിയും ദേശീയ ഹൈവേ മന്ത്രാലയം അടുത്തിടെ അവതരിപ്പിച്ചിരുന്നു. രാജ്യത്തെ ദേശീയപാതകളിൽ സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിനായി അതിന്റെ ഭാഗമായി ഫാസ്ടാഗ് അധിഷ്ഠിത വാർഷിക പാസ് അനുവദിക്കുന്നതിനായി 2025 ജൂണിൽ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചിരുന്നു. 3000 രൂപയായിരിക്കും ഒരു വർഷത്തേക്കുള്ള വാർഷിക പാസിന്റെ വില. ഒരു വർഷത്തേക്കോ പരമാവധി 200 യാത്രകൾക്കോ സാധ്യത ഉള്ളതായിരിക്കും ഈ പാസ്. ഓഗസ്റ്റ് 15 മുതൽ വാർഷിക പാസ് സംവിധാനം ആരംഭിക്കുമെന്നും സൂചനയുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.